വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഗോതമ്പൊടിയും എഗ്ഗും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലേ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത ശേഷം നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണേലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടാണ് ഇതിൻ്റെ മാവ് ഉണ്ടാവുക. അത്രക്ക് കട്ടി ഉണ്ടാവില്ല. അതിലും കുറച്ചും കൂടി ഒരു ലൂസ് ആയിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുഴച്ച് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസുള്ള സബോള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സബോള നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സബോള അധികം വെന്ത് ഉടഞ്ഞു പോകണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് മസാലയുടെ മസാലക്കൂത്ത് മാറണ വരെ നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി അതിൻ്റെ മസാലക്കൂത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ എഗ്ഗൊക്കെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാല ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ജസ്റ്റ് എടുത്ത ശേഷം ഈ രീതിയിൽ കുറച്ച് എടുക്കാം. പിന്നെ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലാക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈമേൽ ഒട്ടിപ്പിടിക്കും. കാരണം നമ്മൾ ഈ ഡോ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തിയിലൊക്കെ കുറച്ചും കൂടി ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓയിൽ കയ്യിലാക്കിയ ശേഷം ഈ രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ വേണം എടുക്കാൻ. ഈ രീതിയിൽ കുറച്ച് തിക്കായിട്ട് കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത ശേഷം ജസ്റ്റ് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് കൈവച്ച് ഒന്നും കൂടി നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം.
ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ അപ്പെല്ലാം മസാല വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത 2 കപ്പ് ഗോതമ്പൊടിയുടെ അളവിലൊരു 9 അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അപ്പം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്യണ പോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽ ജസ്റ്റ് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന അപ്പം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 അപ്പം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. തീ കൂട്ടി വെച്ചായിട്ട് കുക്ക് ചെയ്യേണ്ട. അപ്പോൾ കളർ പെട്ടെന്ന് തന്നെ മാറിപ്പോവും. ഈ സൈഡും ജസ്റ്റ് ഈ രീതിയിലൊന്ന് തിരിച്ച് കൊടുത്തങ്ങായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിതും ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പെല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്